നമസ്കാരം സാർ. നമസ്കാരം. എന്താ ചെയ്യ? എഴുതാണോ? തന്റെ അച്ചിബീടാണോ വന്ന് കയറി അങ്ങോട്ട് ഇരുന്നോണ്ട് കസാര വലിച്ചിടാൻ വേണ്ടിട്ട്? അല്ല, ഞാൻ സാറിനെ രാവിലെ വിളിച്ചായിരുന്നു. ഓ, ഞാൻ രാവിലെ കുളിച്ചോണ്ടിരുന്നപ്പോ നോക്കിയേ. അതെ സാർ നോക്കിയത് പോട്ടെ, വിളിച്ച ടീം വിളിച്ചേ. സംഭവം സാറ് നമ്മുടെ ഭാസ്കരൻ മുതലാളിയെ കുറിച്ച് അറിയാമല്ലോ. പിന്നെ ഭാസ്കരൻ മുതലാളിയെ കുറിച്ച് അറിയാൻ മേലാത്ത ആൾക്കാർ ഇവിടെ ഏതാ ഉള്ളത്? അതെ അതെ. അപ്പൊ ഭാസ്കരൻ മുതലാളിയുടെ പി ആണ് ഞാൻ. അപ്പൊ മുതലാളിക്ക് ദൈവം സഹായിച്ച് സർവ്വ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ബിസിനസ് ആകപ്പാട് ഡബിളാ. ഡബിൾ എന്ന് പറയുമ്പോൾ വെച്ചടി കയറ്റ വന്നു. അല്ലല്ല, വെച്ചിട്ട് ഞാൻ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എടോ, അതിനെ ഡബിൾ എന്നല്ല പറയുന്ന, ഡള്ളാന്ന് പറ. അപ്പൊ മുതലാളിക്ക് ഇപ്പൊ അടുത്തൊരു കല്യാണം ആലോചന. അങ്ങോട്ടേക്കാണ്. എന്റെ തലയ്ക്ക് സ്ഥിരമില്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കോ. വട്ടാണോ? ഇവിടെ ആൾ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ കീഴക്കത്ത് എന്തോ പരിപാടി? അവിടെ അടങ്ങിയിരിക്കും. അതിന് കാര്യം പറ. സാറേ, മുതലാളിക്ക് ഇപ്പൊ ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. അപ്പൊ മുതലാളിക്ക് ഇപ്പൊ എത്ര ആലോചിച്ചിട്ടും ആ കല്യാണ ആലോചന നടക്കുന്നില്ല. അപ്പൊ മുതലാളിക്ക് വിശ്വാസമുള്ള അടുത്തുള്ള ഒരു ജോത്സ്യനെ പോയി കണ്ടായിരുന്നു. അപ്പൊ ജോത്സ്യൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വർഷത്തിന്റെ അവസാന ദിവസം, അതായത് ഇന്ന് ന്യൂ ഇയർ ദിവസം, ഏതെങ്കിലും പോലീസ് ലോക്കപ്പിൽ കിടന്ന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയാൽ ഈ വിവാഹം നിഷ്പ്രയാസം നടക്കും. അതോടുകൂടി മുതലാളിക്ക് വെച്ചടി കയറ്റം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ആരാ? ഏത് കിഴങ്ങൻ ജോത്സ്യനാണ് പറഞ്ഞത്? ഞാനാ കിഴങ്ങൻ പറഞ്ഞില്ലേ, ജോത്സ്യൻ. കിഴങ്ങൻ ജോലിച്ചന് ഓരോ തട്ടിപ്പുമായിട്ട് വന്നോളും. തട്ടിപ്പല്ല, പിന്നെ 2 മണിക്കൂർ ഈ സ്റ്റേഷനിൽ കിടന്നു നരകയാതനയും പീഡനയും അനുഭവിച്ചാലേ എന്റെ മുതലാളിക്ക് ഒരു നല്ലൊരു പെണ്ണെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഒരക്ഷരം പോലും തെറ്റിയിട്ടില്ല. പറഞ്ഞ അട്ടച്ചാ അല്ല, അത് തെറ്റിയല്ലോ. തെറ്റി. രാവിലെ കുറിയും മരിച്ചു ഇറങ്ങിക്കോളും. ഇതൊക്കെ പോട്ടെ. വേറെ കാര്യം, എടോ അവനെ പറഞ്ഞു വിടറോ? അവനെ എടുക്കാനല്ലേ ഞാൻ കൊണ്ടുപോകാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ചുമ്മാ ഇങ്ങനെ വേടി വന്നു കഴിഞ്ഞാൽ പുള്ളിയെ പിടിച്ച് സെല്ലിലിടാൻ പറ്റില്ല. കേരള പോലീസിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. കാരണം നല്ല പക്കയായിട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ച് അകത്തിടാൻ പറ്റുള്ളൂ. എന്ത് സാർ ഏത് ലോകത്താ ജീവിക്കുന്നത്? മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? അതായത് സാറ് ഇപ്പൊ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാറിന് ഇവർക്കൊക്കെ അതിനുള്ള ഉപയോഗം ഉണ്ടാവും. എന്തുപയോഗം? അതായത് നിസ്സാരപ്പെട്ട ഒരു ഇടിക്ക് പോലും 1000 രൂപ വെച്ച് തരും. കണ്ട പൈസ പരമാവധി പീഡിപ്പിക്കണം. ഈ പറഞ്ഞ മുതലാളിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണിത്. നമ്മളെല്ലാം കൂടെ ഒറ്റ കെട്ടിന് നിന്ന് കഴിഞ്ഞാൽ ന്യായമായിട്ട് പൈസ ഒപ്പിക്കാം. ഞങ്ങളുണ്ട് കൂടെ. ആർത്ത് കയറി ആവശ്യമില്ലാത്ത പൈസ മേടിക്കരുത്. അപ്പൊ ഒരു ഇടിക്ക് 1000 രൂപ വെച്ച് കിട്ടും. അപ്പൊ നൈസായിട്ട് നിന്നോണം. പരമാവധി പീഡനം ചെയ്യണം. പറഞ്ഞു കേട്ടല്ലോ.